കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, വണ്ടളം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ. ആ വീഡിയോ ഞാൻ ഇട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൂടുതലും കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യേണ്ടി വന്നു. ഞാൻ ഷോർട്ടായിട്ടും ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് നടന്ന പ്രശ്നത്തിൽ ആ ഡോക്ടർമാരുടെ ഫേസും കാര്യങ്ങളും ബ്ലർ ചെയ്താണ് ഇട്ടെങ്കിലും ആ ഒരു സന്ദർഭം വെച്ചിട്ട് അവർക്കത് പ്രശ്നമാകും എന്നുള്ള രീതിയിൽ അവർ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന് ശേഷം ഒരു കോംപ്രമൈസ് ടോക്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാമെന്നും പറഞ്ഞു ആ വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പം അത് നമുക്കിപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തതിൻ്റെ തന്നെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എടുത്തത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ അവരുടെ ഫേസും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് നടന്ന സംഭവം മാത്രം ഞാൻ ഇതിൻ്റെ അകത്ത് എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ല. അത് നിയമപര ആവശ്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാമല്ലോ, നിങ്ങൾക്ക് കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഇപ്പം ആ പറഞ്ഞ രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അപ്പൂപ്പനെ ഇതേപോലെ ബില്ലിവേഴ്സ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബില്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബില്ലായിരിക്കും നമ്മളെ കൊണ്ട് അത് താങ്ങിപ്പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളത് വീണ്ടും, അതായത് ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെ ആയി. നേരത്തെ വെന്റിലേറ്റർ ആയിരുന്നു, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഇപ്പോൾ വെന്റിലേറ്ററിൽ അത് ICUവിലാണ്. അപ്പോൾ ICUവിൽ കീപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ അവസാനം വന്ന് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. കാരണം അത്രത്തോളം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം 19-ാം തീയതിയാണ് 19-ാം തീയതി രാത്രി കൊണ്ടുപോയത് 20. ഇന്നത്തേക്ക് 5 ദിവസത്തിനുള്ളിൽ ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലായിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് അത് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പം ICU മാത്രം കീപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്നും പറഞ്ഞ് ഇന്നലെ മുതൽ അമ്പലപ്പുഴ MLA പുറകെ നടക്കുക. അത് പറയാൻ നടക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെല്ലാം പറയുന്നത് പാർട്ടിക്കാരെ കൂടെ ഇടപെടുത്തിയെങ്കിൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ നമ്മൾ പാർട്ടിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ വേണം. ഈ 2 കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവനോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവനോ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെല്ലാം നല്ല രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും അതിൻ്റെ ഒപ്പം നല്ല രീതിയിലുള്ള പബ്ലിസിറ്റി ഒക്കെ പാർട്ടിക്കാർ വഴി വരുന്നുണ്ട്. സംഭവം സത്യമാണ്. പനിക്ക് പോയി ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്പർ 1 ആണ്, ചുമയ്ക്ക് ചികിത്സിക്കാൻ പോയ നമ്പർ 1 ആണ്, കഫക്കെട്ടിന് ചികിത്സിക്കാൻ പോയ നമ്പർ 1 ആണ്, ഒരു വയറുവേദനയും ഛർദിലുമായിട്ട് ചികിത്സിക്കാൻ പോയാലും നമ്പർ 1 ആണ്. നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. കാരണം ഇപ്പൊ ഈ ICUവിൽ കീപ്പ് ചെയ്യുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് MLA കിടന്ന് വിളിച്ചിട്ട് MLAയുടെ PA ആരോ, ആ സമയത്ത് ആരാ ഫോൺ എടുക്കുന്ന എനിക്കറിയത്തില്ല, നമ്മൾ A to Z കഥ വിളിക്കുന്ന ടൈമിലെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് MLA മീറ്റിംഗിലിരിക്കുകയാണ്, MLA അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ, എന്റെ ഒരാളുടെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടല്ലേ MLA ഇരിക്കുന്നത്. പക്ഷെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഇലക്ഷൻ ടൈം വരുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ വീടിന്റെ വാതിക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പൗരന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഇവർ ബാധ്യസ്ഥരാണ് അല്ലെ. അതുപോലെ തന്നെ MLA വിളിച്ച ആ 2 ദിവസം മൊത്തം ഞാൻ വിളിച്ച ടൈമിൽ ഞാൻ സ്ക്രീൻഷോട്ട് സൂക്ഷിച്ചിട്ടുണ്ട്, അപ്ലോഡ്